ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ഇട്ടിരുന്ന സ്റ്റിച്ചിങ് നെക്കിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തന്നെ മനസ്സിലാക്കിയല്ലോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അറിയാൻ വയ്യാത്ത കുട്ടികൾ ചെയ്ത് നോക്കണം. നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും അത് ചെയ്ത് നോക്കണം കേട്ടോ. പഠിക്കാൻ അറിഞ്ഞുകൂടാത്തവരെല്ലാം ചെയ്ത് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ ചാനലിലാണ് ഇട്ടേക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചാനലിലാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൻ്റെ വീഡിയോ എന്നൊരു ഗ്രൂപ്പിലോട്ട് ഇടുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലിടും ക്ലാസ്സിൻ്റെ വീഡിയോ. അത് അടുത്ത ആഴ്ച മുതൽ ഇടും. ഇത് ബേസിക്കായിട്ട് തയ്യലിനെയും മെഷീനെയും കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. ഞാനതുപോലെ തന്നെ ഒരു ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു ബാച്ച് തീർന്നു, രണ്ടാമത്തെ ബാച്ചാണ് തുടങ്ങിയേക്കുന്നത്. കുട്ടികൾ വന്നിട്ടുണ്ട്, ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് സന്തോഷം. അവരെ ഒത്തുചേർന്ന് കൊണ്ടുപോകാനാണ് എല്ലാ ആഗ്രഹവും. പല സ്ഥലത്തുള്ള കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളും മുതിർന്നവരും ഫാമിലിക്കാർ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഒത്തുപോകുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ഞാൻ പഠിപ്പിക്കുന്നത് ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, ഫ്രോക്ക്, ഗൗണ്, പിന്നെ ഷർട്ട്, അതുപോലെ തന്നെ കുട്ടികളുടെ ഉടുപ്പുകൾ പല വെറൈറ്റി മോഡലുണ്ട്. നൈറ്റി ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഫ്രോക്ക് നൈറ്റി, അങ്ങനെ പല നൈറ്റികളുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ പെറ്റിക്കോട്ട്, അതൊക്കെ ചെയ്യുന്ന എല്ലാ ഡ്രസ്സ് ചെയ്യുന്നത് ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുത്തിട്ട് അതിൽ എങ്ങനെ അളവുകൾ വ്യത്യാസപ്പെടുത്തണം, എത്ര കൂട്ടണം കുറയ്ക്കണം, എൻ്റെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ബോഡിയിൽ നിന്ന് എങ്ങനെ ബോഡിയിൽ നിന്ന് നിങ്ങളുടെ ബോഡിയിൽ നിന്നും ശരീരത്തിൽ നിന്ന് അളവെടുത്തിട്ട് എങ്ങനെ അളവെടുക്കുന്നത് നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അളവെടുക്കാം കേട്ടോ. നമുക്ക് തന്നെ നമ്മൾ സ്ട്രെയിറ്റായിട്ട് ഒരു മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ അളവ് നോക്കുക. കണ്ണാടിയുടെ മുമ്പിൽ നോക്കിയിട്ട് നമ്മൾ ടേപ്പ് എടുക്കുക, നമ്മുടെ അളവ് നോക്കുക, എടുക്കുക. അപ്പോൾ പാൻറ് എടുക്കുമ്പോൾ പാൻറ് എവിടെ എടുക്കുന്നത്, അവിടുത്തെ നമ്മൾ പാൻറ് എവിടെ ചുടുതുകൂടല്ലേ അവിടെ വെച്ചിട്ട് അവിടുത്തെ ഇറക്കം നോക്കണം. ഇറക്കം എടുക്കുമ്പോൾ ടേപ്പ് താഴോട്ട് ഇട്ടിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം. അപ്പം മിററിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത്രയിൽ എന്ത് ഒരു 40 ടേപ്പ് താഴോട്ടിട്ടാൽ മതി. അപ്പം നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 1 എന്നുള്ള നമ്പർ താഴോട്ടിട്ടാൽ മതി. എന്നിട്ട് നമ്മൾക്ക് വേണ്ടുന്ന ഇറക്കം കാൽ മുട്ടുന്ന എവിടെ നമുക്ക് പറയാം. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഇന്ന ഇറക്കം വേണമെന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെ മിററിൻ്റെ മുമ്പിൽ നിൽക്കുക. നമ്മൾ കണ്ണാടിയുടെ അലമാരിയുടെ മിറർ എല്ലാവർക്കും കാണുമല്ലോ, അതിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് ഈ ടേപ്പിൻ്റെ നമ്പർ വലിയ സംഖ്യ 1 എന്നുള്ള സംഖ്യ താഴോട്ടിട്ടിട്ട്, അത് ഇഞ്ചാണ് കേട്ടോ, താഴോട്ടിട്ടിട്ട് നമുക്ക് വേണ്ടി ഉടുക്കുന്ന എത്ര ഇഞ്ച് വന്നു അപ്പോൾ അവിടെ പിടിച്ച് നോക്കുമ്പോൾ 40 അത് എഴുതി വെക്കുക. അതേപോലെ തന്നെ വണ്ണം അങ്ങനെ കണ്ടുപിടിച്ച് ഓരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്ന് എടുക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുക്കണം. എന്നിട്ട് ഇങ്ങനെയുള്ള ഓരോ ഡ്രസ്സിൻ്റെയും പുതിയ മോഡലും പഴയ മോഡലും പിന്നെ നിങ്ങൾ എന്താവശ്യപ്പെട്ട് ഒരു ഇന്ന മോഡൽ എനിക്ക് അറിയാമോ, എനിക്ക് ചെയ്തു തരുമോ എന്നൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതും ഞാൻ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എല്ലാം നിങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞുതരും. നിങ്ങളെ പഠിപ്പിച്ച് പ്രാപ്തരാക്കുക, ഒരു തൊഴിലായി കൊണ്ടുപോവുക, ജീവിതമാർഗം കണ്ടെത്തുക. നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഓൺലൈൻ ക്ലാസ്സിൽ കുറേ വിഷമസ്ഥിതി നമ്മളും ഉണ്ടെന്നല്ല, നമുക്കും ഒരുപാടുണ്ടെന്ന് ഒന്നുമല്ല. എന്നാലും നമ്മളെക്കാളും ഒത്തിരി പ്രയാസമുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ചേർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം നന്മയുണ്ടാകട്ടെ. അവർ ഈ ഗ്രൂപ്പിൽ വന്നതിൽ വളരെ സന്തോഷം. കാരണം എനിക്ക് അറിവുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവർ ചെയ്യണം. അവർക്ക് ജീവിതമാർഗം കണ്ടെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ദൈവം ഒരുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള നമ്മളും ഉണ്ട്, നമ്മളെക്കാളും താഴ്ന്നവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒത്തുചേർത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു കൂട്ടായ്മ, ഈ ചെറിയൊരു കൂട്ടായ്മ ഒരു വലിയ കൂട്ടായ്മയാക്കണം കേട്ടോ. എല്ലാവരും വേണ്ടി ഒരുക്കണം. അങ്ങനെ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. 500 രൂപ ഫീസേ ഉള്ളൂ. ഒറ്റ ടൈമേ ഉള്ളൂ. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം അടച്ചാൽ മതി. നിങ്ങൾക്ക് 6 മാസം വരെയും പഠിച്ച് തീർന്നാൽ ഞാൻ ഉള്ളിടത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന വർക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇവിടെ വരുന്ന വർക്കുകളെല്ലാം കട്ട് ചെയ്യുകയും ചെയ്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഓരോ പുതിയ കാര്യങ്ങളല്ലേ വരുന്നത്, അതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും.
നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. പിന്നെ എൻ്റെ സിലബസിലുള്ളതെല്ലാം പഠിപ്പിക്കും. കൂടെ നിൽക്കും കേട്ടോ. ഒറ്റ ടൈമേ ഉള്ളൂ 500 രൂപ ഫീസ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കൊടുത്തേക്കാം, നമുക്ക് ക്ലാസ് വരിക കേട്ടോ. ഇന്ന് ഞാനിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്, ഇത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ കിച്ചണിൽ ഉപയോഗിക്കുന്നതാണ്. കിച്ചണിൽ ഉപയോഗിക്കാം, ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കാം, എല്ലാം ചെയ്യാം. ഇത് തുണി കൊണ്ടാണ്, കോട്ടൺ തുണി കൊണ്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ, ചെയ്തെടുക്കാൻ. ഇതിൽ പോളിസ്റ്റർ തുണി മറ്റൊന്നും ഉപയോഗിക്കരുത്. കാരണം നമ്മൾ ഗ്യാസിലോ അടുപ്പിലൊക്കെ പിടിക്കുമ്പോൾ ചൂടല്ലേ, അപ്പോൾ അത് മറ്റുള്ള കോട്ടൺ പോളിസ്റ്റർ തുണിയാകുമ്പോൾ ഉരുവാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും വേസ്റ്റ് തുണിയൊക്കെ ആയിരിക്കുമല്ലോ ചിലർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ടവൽ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പഠിക്കാം. ഈ സ്ക്വയർ ടൈപ്പിൽ ഇതിനൊരു കണ്ടോ, ഇത് നമ്മൾ വാഷ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് എവിടെയെങ്കിലും തൂക്കിയിടാനോ അല്ലെങ്കിൽ അല്ലാതെ കഴിഞ്ഞിട്ട് തൂക്കിയിടാനോ എല്ലാം വേണം ഈ ഫോൾഡ് ചെയ്യുന്നത്. ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്താൽ ഒരു വരുമാന മാർഗം കണ്ടെത്താൻ പഠിപ്പിക്കാം കേട്ടോ. ഷോപ്പിലോ അറിയുന്ന ആർക്കെങ്കിലും ഒക്കെ നിങ്ങൾ കൊടുത്ത് നോക്ക്. എല്ലാവരും വാങ്ങിക്കും. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നല്ല വില കൊടുത്ത് 150, 200 രൂപയൊക്കെ കൊടുത്താൽ ഓരോരുത്തർ വാങ്ങിച്ചിട്ട് പോകുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള തുണി കൊണ്ട് തന്നെ, ക്ലോത്ത് കൊണ്ട് തന്നെ നമുക്ക് തയ്ക്കാം. അതായത് ചുരിദാർ ഉപയോഗിക്കാത്ത ചുരിദാറോ നൈറ്റിയോ കൊച്ചുങ്ങളുടെ ഉടുപ്പുകളോ ഡ്രസ്സുകളോ ഷർട്ടുകളോ പിന്നെ അത് ലുങ്കി, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, ഇങ്ങനെയുള്ള ഏത് ഐറ്റം വെച്ച് പഴയ തുണി കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതല്ലെങ്കിൽ പുതിയ തുണി നമ്മൾ ബാലൻസ് മാറ്റി വെച്ചേക്കുന്നതുണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ നൂലിട്ട് ചെയ്തേക്കുന്നത് കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിന് ഒരളവെടുക്കണം. സ്ക്വയർ ടൈപ്പാണ് നമുക്ക് വേണ്ടത്. സ്ക്വയർ എടുക്കാം, റൗണ്ട് എടുക്കാം. റൗണ്ട് എടുക്കുമ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ആ തുണിയുടെ ഷേപ്പിലങ്ങ് ആ പ്ലേറ്റിൻ്റെ ഷേപ്പിൽ വരച്ച് റൗണ്ട് എടുത്താൽ മതി. ഇപ്പോൾ സ്ക്വയർ ആകുമ്പോൾ ആർക്കും തയ്ക്കാം, പെട്ടെന്ന് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഏതായാലും നോക്കുക. 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതി. നീളവും വീതി കറക്റ്റായിരിക്കണം. 10 ഇഞ്ച് നീളം, 10 ഇഞ്ച് വീതി. സ്ക്വയർ ടൈപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതി. കണ്ട, ഇവിടുന്ന് 10 ഇഞ്ച്, ഇവിടുന്ന് 10 ഇഞ്ച്, ഇവിടുന്ന് 10 ഇഞ്ച്, ഇവിടുന്ന്. ഇതിൽ ചെറുതുമാക്കാം വലുതുമാക്കാം. എന്നാലും ഒരു 12 വരെ പോയാൽ മതി കേട്ടോ. 12 ഇഞ്ച് 12 ഇഞ്ച് ഇതിൽ, അല്ലെങ്കിൽ 8 ഇഞ്ച്. അതിൽ കുറേ നമുക്ക് പിടിക്കാൻ സുഖമുണ്ടാവില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 10 ഇഞ്ച് നീളം 10 ഇഞ്ച് വീതിയിൽ സ്ക്വയർ ടൈപ്പിൽ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഈ കളർ മുകളിലും ഈ കളർ അടിയിലും ആക്കിയില്ലേ, ഇതുപോലെ തന്നെ ഈ രണ്ട് തുണി മടക്കിയിട്ടേക്കുക. ഇത് അറിയാൻ വയ്യാത്തൊരു നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടിയാണ് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു പോകാതെ, എന്നാലും എനിക്ക് സന്തോഷമില്ല അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ. പറയുന്നത് ചെയ്യുന്നതും കറക്റ്റായിരിക്കണം. അപ്പം ഞാൻ ഈ തുണി അടിയിലിട്ടു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ മാറ്റി വെച്ചിരുന്ന കുറച്ച് തുണി 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതി. ഇതിൻ്റെ അടി ലൈനിങ് തുണിയൊക്കെ ബാലൻസ് വരുമല്ലോ. പിന്നെ ഞാൻ ഈ ക്ലോത്ത് ഇട്ടു. ഉണ്ടോ, ഇത് കട്ടിക്ക് വേണ്ടി കൊടുക്കുന്നത്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെക്കാം. അത്രയും മതി. ഒരു 6-7 പീസ് ഇട്ട് 4, 2, 6, 7 ഇതൊന്നും കൂടെ ആകുമ്പോൾ 8. അപ്പം 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയിലും ഒരു പീസ് കറക്റ്റായിട്ട് എടുത്തിട്ടിട്ട് മുകളിലും അടിയിലും ഒരേ കളർ കേട്ടോ. ഡിസൈൻ തുണി ഇടാം. ഇപ്പം ഞാൻ പ്ലെയിനായിട്ട് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഈ ബാലൻസ് നിൽക്കുന്ന എല്ലാം കറക്റ്റാക്കാം. ഞാൻ
കത്രിയൊക്കെ പിടിക്കുമ്പോൾ ഓപ്പൺ ചെയ്ത് പിടിക്കണം കേട്ടോ. കൈ ഇങ്ങനെ കത്രിയുടെ വാ തുറക്കണം. അതായത് കണ്ടോ, എൻ്റെ തള്ളവല്ല് കണ്ടോ, ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പിടിക്കണം കേട്ടോ. ഞാനെല്ലാം അറിയാവുന്നവരോടെല്ലാം പറയുന്നത്, അറിയാൻ വയ്യാത്ത കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ ക്ലാസ്സിൽ. അവരോടാണ് പറയുന്നത്. അവർക്കൊക്കെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടി അവർ പറഞ്ഞേക്കുന്നത്. അവരെല്ലാം ഒത്തുചേർത്തിട്ട് നമ്മളറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം സ്നേഹത്തോടെ പോകണം ഗ്രൂപ്പിലുള്ള എല്ലാവരും. ഇപ്പം ഞാനിത് ഇത്രയും ചെയ്തല്ലോ. ഇനി എനിക്ക് എന്താ വേണ്ട, ഈ പടി വേണം, ഈ പൈപ്പിങ് വേണം. ഞാൻ വീതിയിലുള്ള പൈപ്പിങ്ങാണ് വെച്ചിരുന്നത്. അതിന് വേണ്ടി ഈ കളർ വെച്ചാൽ നമുക്ക് കാണത്തില്ല, ഒരു ഭംഗി വേണ്ടേ ഈ കളറിൽ വെച്ച്. അതിന് ഞാൻ വേറൊരു കളറാണ് എടുത്തേക്കുന്നത്. ഇപ്പം ലൈനിങ് തുണി തന്നെ എടുത്താൽ മതി. ഇതൊരു 2.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ, 2.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ ചുറ്റിലും വെച്ച് കൊടുക്കണം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞുതരാം. ഇത് രണ്ടും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിന് വേണ്ടുന്ന സാധനവും തുണിയും എല്ലാം എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഞാൻ നൂല് ഇട്ടിട്ടുണ്ട്. ഇതിൽ നൂല് ഞാൻ വെള്ള ഇട്ടേക്കുന്നത് കേട്ടോ. ഞാൻ ഡയമണ്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ വേണ്ടി വെള്ള നൂല ഇട്ടേക്കുന്നത് കേട്ടോ. വെള്ള നൂലിട്ട് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടി ഉള്ളിൽ 6-7 പീസ് വെച്ചിട്ടുണ്ട്. പുറത്തും പുറമേ കാണുന്നിടത്ത് രണ്ടും മുകളിൽ വെച്ച പീസ് തന്നെ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തൊരു പൈപ്പിങ് കൊടുക്കണം, തൂക്കിയിടാനായിട്ടൊരു വള്ളിയും കൊടുക്കണം. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കുന്ന നോക്കാം. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഡിസൈൻ തുണിക്കാൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പ്ലെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ 2.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ തുണി വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇത് നമുക്കങ്ങ് ചുറ്റിനും അങ്ങ് അടിച്ചു പോവാം. അറിയാവുന്നവരടിക്കണമെന്നില്ല, നേരിട്ടങ്ങ് പൈപ്പിങ്ങിൽ കൊടുത്താലും മതി. പക്ഷേ എല്ലാവരും ഒരേപോലെ അല്ലല്ലോ, നമ്മുടെ ഒരു അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടി 4 വശവും അങ്ങ് അടിക്കുക കേട്ടോ. മെഷീൻ്റെ മോട്ടർ വെച്ചടിക്കുമ്പോൾ സൗണ്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടിക്കുമ്പോൾ തുണി ചുളുങ്ങാതിരിക്കാൻ നോക്കാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ എന്നാലും അടിച്ചപ്പോൾ നമ്മൾ ഇനി താഴോട്ട് വരുമ്പോൾ സൂചി അതിനകത്ത് കൂടി നിർത്തിയിട്ട് വേണം താഴോട്ട് അടിക്കാനായിട്ട്. തുണി മാത്രമേ തിരിക്കാവൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ അടിച്ചേക്കുന്നതിൻ്റെ പുറത്തുള്ള ബാലൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാം. ഇത് മൊത്തം ഞാൻ വേസ്റ്റായിട്ടുള്ളതെല്ലാം മാറ്റിയതിന് ശേഷം ആ സ്ക്വയർ ടൈപ്പിൽ നമുക്ക് വൃത്തിക്കെടുക. ഇനി നമുക്ക് 2.5 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ ഞാൻ തുണി എടുത്തല്ലോ, കണ്ടില്ലേ? ഇത്രയും ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഇത് തൂക്കിയിടാനായിട്ടൊരു ഇത് വേണ്ടേ, വെള്ളം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തുണിയിൽ നിന്ന് ഒരു 10 ഇഞ്ച് നീളം വരെ എടുക്കാം കേട്ടോ. പത്തിഞ്ച് നീളം വരെ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ശേഷം ആ പള്ളി നമുക്ക് ഉണ്ടാക്കാം. വീതി കൂട്ടുകയാണെങ്കിൽ വീതി കൂട്ടാം, കുറയ്ക്കാം കേട്ടോ, അവരവരെ താല്പര്യം. കുറഞ്ഞിരിക്കുന്നത് നല്ലത് കേട്ടോ. പള്ളി മടക്കുന്നുണ്ടോ, ഒരു 10 ഇഞ്ച് വീതി നീളം വരെ കേട്ടോ, 10 ഇഞ്ച്.
അപ്പോൾ അത് മടക്കി വരുമ്പോൾ 5 ഇഞ്ചാവും. കണ്ടല്ലോ, നമുക്ക് മാറ്റി വെക്കാം. ഇതിനെ നമുക്ക് കണ്ട, ഇതിനെ ഇങ്ങനെ മടക്കിയതിന് ശേഷം ഈ വള്ളി നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം ഈ ഒരു കോർണറിലോട്ട് നമ്മൾ അടിച്ചു വെക്കുക. എന്താ ഈ ഒരു പോയിന്റിലോട്ട് ഒരു മൂലയ്ക്ക് നിങ്ങൾ അടിച്ചു വെക്കുക. ഇതിങ്ങനെ ചേർത്ത് ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ വെക്കുക. കണ്ട, ഈ വള്ളി ആദ്യം ഇതിനകത്ത് സെറ്റാക്കി വെക്കുക. ഇത്രയേ ഉള്ളൂ. അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ, 2.5 ഇഞ്ച് വീതിയിൽ നീളത്തിന് ഞാൻ കുറേ പീസ് ഇതിൻ്റെ ബാക്കി കെട്ടുമല്ലോ, ഇതിനെ അടിയിൽ വെക്കണം. ഇതിനെ ഈ ക്ലോത്തിൻ്റെ നമുക്ക് മുകളിലോട്ട് വെച്ച് പഠിക്കുക, പൈപ്പിംഗ് എടുക്കുക. ഇതിനെ ഈ പീസ് അടിയിൽ വെച്ചിട്ട് ഇത് ഈ പീസ് മുകളിൽ വെക്കണം. 1 ഇഞ്ച് തന്നെ തള്ളിയിടണം കേട്ടോ. എന്നിട്ട് ഇതിന് ഇവിടംബരം അടിക്കുക. കണ്ടോ, ചേർത്തടിക്കുക. 1 ഇഞ്ച് മുകളിലോട്ട് വിട്ടതിന് ശേഷം ചേർത്തങ്ങ് അടിക്കുക. എന്നിട്ട് പൈപ്പിംഗ് പോലെ ചെയ്യാൻ പോവാം. നേരെ 2ആയിട്ട് മടക്കിയിട്ട് അരികെ ചേർത്തങ്ങ് അടിക്കുക കേട്ടോ. ഇനി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും മനസ്സിലായല്ലോ. ഇതിനെ നമുക്ക് ഇങ്ങോട്ടൊരു പുറത്തും കൂടെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട്. ഇതിന് മുന്നേ നമുക്കൊരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. ഇതേപോലെ ലൈൻ ഇടണം, കളം വരയ്ക്കണം ഈ സ്കെയിലിൻ്റെ രീതിയിൽ. ഇതേപോലെ ഈ പടി വെക്കുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ വരച്ച് തയ്ക്കണം കേട്ടോ. ഇപ്പം പടി വെച്ചാലും കുഴപ്പമില്ല, അത് നീറ്റായിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ചെയ്തില്ലേ, അതിന് മുന്നേ ഇത് ചെയ്യണം. ഇത് ചെയ്തതിന് ശേഷം വേണം പൈപ്പിംഗ് കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോ ലൈനിൽ കൂടെ അടിച്ചു പോകാം. ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ സൂചിയിൽ കുത്തിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി. നൂല് പൊട്ടിക്കാൻ നിൽക്കണ്ട. എന്നിട്ട് ആ വരച്ച വലയനി കൂടെ ഇങ്ങോട്ട് താഴോട്ട് തയ്ച്ചു പോവാം. താഴോട്ട് തയ്ച്ചു പോവാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് അങ്ങനെ ഈ മൊത്തം ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. വരച്ചെടുത്തെല്ലാം ഇതേപോലെ ലൈനിൽ അടിച്ചു പോകണം കേട്ടോ. ഇനി
നമുക്കിവിടെ നിന്ന് മുമ്പോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ സൂചി തന്നെ നിർത്തിയതിന് ശേഷം തുണി മാത്രം നിർത്തിയത് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോഴും കട്ട് ചെയ്ത് ഇവിടെ വന്നുകൊണ്ട് ഞാൻ പടി അടിച്ചില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതിയായിരുന്നു. അവിടെ കട്ട് ചെയ്തു കേട്ടോ. നൂല് പൊട്ടിച്ചു. ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഇനി നൂലം വെട്ടിക്കളയാം കേട്ടോ. ഈ പടി വെക്കുന്നതിന് മുമ്പിട്ട് ഈ ലൈൻ അടിക്കണം കേട്ടോ. ഞാൻ അടിച്ചു പോയാൽ പെട്ടെന്ന് ഓർത്തില്ല. ചെയ്താലും കുഴപ്പമില്ല, അത് നീറ്റായിട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാനിവിടെ ഇത് വെച്ച് കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് മുകളിലോട്ടിട്ടിട്ട് ഇത് വെച്ച് ഈ 4 സൈഡിലും ഇതേപോലെ നമ്മൾ അടിച്ചെടുക്കണം. ഇതിന് വേണേൽ തിരിച്ചും കൊടുക്കാം. ഇങ്ങനെ ഡയമണ്ട് മാതിരിയും ഈ ലൈൻ വേണേൽ എടുക്കാം കേട്ടോ. വേണ്ടേ വേണേൽ ഞാൻ ഇടിച്ച് കാണിക്കാം, വരയ്ക്കാം. പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ അല്ലേ വരച്ചത് ഇങ്ങനെയല്ലേ വരച്ചേക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചിട്ട് ആദ്യം സെൻറ്ററിൽ ഒരു ലൈൻ കൊടുത്താൽ സ്കെയിൽ വെച്ചിട്ട് പിന്നെ ആ സ്കെയിലിൻ്റെ വീതിയിൽ ഒരേ ലൈൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പുറത്തും അതേപോലെ തന്നെ കളം അടിച്ചുവിടുക എന്ന് പറയും. പണ്ടത്തൊക്കെ ബ്ലൗസിൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ കൊണ്ട് എന്നിട്ട് ഈ കോളത്തിൽ ഓരോന്നും മൊത്തം എംബ്രോയ്ഡറി അങ്ങനെ ചെയ്യാമായിരുന്നു പണ്ട് ബ്ലൗസിനൊക്കെ. കണ്ടോ ചക്കടിച്ചിട്ടിട്ട് കണ്ടില്ലേ. ഈ ലൈനിൽ കൂടെ അടിക്കും. നമ്മൾ ആദ്യം ഇതിങ്ങനെ അടിച്ചിട്ടിട്ട് ഇനി നമുക്ക് ഈ ചോക്ക് വരച്ചെടുത്ത് ഈ ലൈൻ കൂടെ അടിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ അടിക്കുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ഇച്ചിരി കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അടിക്കാൻ വയ്യാത്തൊരു എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ 2 രീതിയും നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുക. തിരിച്ച് ഒരു കട്ടി കിട്ടും നമുക്കവിടെ ഇതിനൊക്കെ ചെയ്തെടുക്കുമ്പോൾ. നമുക്ക് ചൂട് പിടിക്കാനല്ലേ, ചൂട് മാറ്റി കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ലൈൻ കൂടെ ഉണ്ട് ചെയ്ത് കഴിഞ്ഞേ. ഞാനിപ്പം വെള്ള നൂലിട്ടത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി, പക്ഷെ അതൊരു ഭംഗിയാണ് കേട്ടോ. അല്ലാതെ ഈ കളറ് തന്നെ, തുണിയുടെ കളറ് തന്നെ ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. ഓക്കെ.
എന്നിട്ട് ഈ കിടക്കുന്ന നൂലെല്ലാം കട്ട് ചെയ്ത് കളയണം, വൃത്തിക്ക് കളയണം. അപ്പോൾ നമ്മൾ ഒരു ലൈൻ അങ്ങ് അടിച്ചു കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ ഈ 4 മൂലയ്ക്കും ഇതേപോലെ ചെയ്യണം. 1 ഇഞ്ച് മുകളിലോട്ട് തള്ളിയിടണം, 1 ഇഞ്ചോ 1/2 ഇഞ്ചോ. അത് നമുക്ക് ഭംഗിക്ക് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടിയിലാണ് ഞാനിത് വെച്ചേക്കുന്നത്, മുകളിലാണ് ഇങ്ങോട്ട് മടക്കി അടിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് അടി അടിച്ചിട്ടുണ്ടല്ലോ, ആ അടിയിൽ കൂടെ അടിക്കും. ഇത് 1 ഇഞ്ച് തള്ളി ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ മുമ്പോട്ട് മടക്കുക. കണ്ട, 1 ഇഞ്ച് ഇങ്ങോട്ട് മടക്കിയതിന് ശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് മടക്കി വീണ്ടും ഈ ലെവലിൽ മടക്കണം. ഈ 1 ഇഞ്ച് തള്ളിയേക്കുന്നത് ഇങ്ങോട്ട് മടക്കി ഇതിനെ ചെറിയ മടക്കം ആദ്യം ഇന്നലെ ആ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ തയ്ക്കുന്ന പറഞ്ഞു തന്നില്ലേ, അതേപോലെ തന്നെ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കിയതിന് ശേഷം ഇതിന് ഇങ്ങനെ നമ്മൾ ഈ തയ്ച്ചേക്കുന്നതിൻ്റെ വീതിയിൽ പൈപ്പിംഗ് അടിക്കണം. ഓക്കെ, ആ കോർണർ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. വേണ്ട, ഇതേപോലെ നിൽക്കണം. നമ്മൾ ഈ തുടങ്ങിയ നൂലൂടെ കിടപ്പുണ്ട്, അത് വെട്ടി കളയണം. ഞാനൊന്നും കട്ട് ചെയ്താൽ ഞാൻ ചെയ്യുന്ന സമയം ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ. ഞാനെന്ന് വെച്ചാൽ കട്ട് ചെയ്യാതാണ് ഞാൻ നിങ്ങളെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത്. ഓരോന്നും കണ്ടു പഠിക്കാൻ വേണ്ടി കേട്ടോ. അതുപോലെ തന്നെ ഇതും അതേപോലെ നമ്മൾ ആദ്യം വെക്കുമ്പോൾ 1/2 ഇഞ്ച് മുകളിലോട്ട് ഇടണം. 1/2 ഇഞ്ചോ 1 ഇഞ്ചോ മുകളിലോട്ട് ഇട്ടിട്ട് വേണം ഇത് അടിയിൽ വെച്ച് ഇങ്ങനെ ചെയ്യാം. ഇതിനെ ഇങ്ങോട്ട് മടക്കി ആദ്യം ഒരു മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ട ആ രീതിയിൽ മടക്കിയെടുക്കണം. ആ രീതിയിൽ കെട്ടിട്ട് തുടങ്ങണം കേട്ടോ. കെട്ടിട്ട് തുടങ്ങി കെട്ടിട്ട് നിർത്തണം. സ്ട്രെയിറ്റായിട്ട് അടിച്ച് പഠിക്കാനും ബേസിക് ഞാൻ തന്നില്ലേ, അത് ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു തയ്യലും മെഷീനും എല്ലാം കൂടെ ഒന്ന് വഴങ്ങി വരും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. അറിയാൻ മേലാത്ത കുഞ്ഞുങ്ങൾ, ഞാൻ ബേസിക് ക്ലാസ് തന്നില്ലേ, ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കൈയും തയ്യലും എല്ലാം സ്ട്രെയിറ്റാണ്, വളയാതെ കിട്ടും. അറിയാവുന്നവർ ആ രീതിയിലും ചെയ്തെടുക്കും നോക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പം അറിയാൻ വയ്യാത്തവരെയും കൂടെ ചേർത്താണ് ഈ പഠിപ്പിക്കുന്നത്. അതായത് ഇച്ചിരി ലോങ് ആയിട്ട് വരുന്നത്, ഞാൻ കട്ട് ചെയ്യാതാണ് തയ്ക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒട്ടും കട്ട് ചെയ്യുന്നില്ല, നേരെ ആ സമയം എടുക്കുന്ന സമയം മൊത്തം അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കുന്നത്, നിങ്ങൾക്ക് അറിയാവുന്നവർ ക്ലിപ്പ് ചെയ്ത് പോവുക, വേണ്ടുന്നവർ ഉപയോഗിക്കുക. ഈ വള്ളി ഇങ്ങനെ നമ്മൾ വള്ളി വെച്ചല്ലോ, ഇതിങ്ങനെ ഇടണം കേട്ടോ. അപ്പോൾ ഇവിടെ തയ്ച്ച് വരാം. ഈ ലാസ്റ്റിലേക്ക് നമുക്ക് 1 ഇഞ്ച് വീതം ഇവിടെ ഇടണം.
ഇവിടെ വരുമ്പോൾ ഇതിനെ മടക്കിയിട്ട് ഈ രീതിയിൽ അടിച്ചു പോകാം. കണ്ടോ? ഇവിടെ വരുമ്പം അങ്ങോട്ട് ലാസ്റ്റ് ആയല്ലേ, അപ്പം അങ്ങോട്ട് മടക്കി കൊടുക്കണം. അതിൻ്റെ അങ്ങോട്ട് മടക്കി കൊടുക്കണം കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് മടക്കി കൊടുത്തു. കോർണറൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന പണി വൃത്തിയായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്യുന്ന വർക്ക് കണ്ട ആരും എടുത്ത് നോക്കണം. ആര് ചെയ്തത് എന്ന് ചോദിക്കരുത്. ആരാ ഇത് ചെയ്തത്, നന്നായിട്ടുണ്ട്, ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഞാനിനി ഈ വള്ളി ഇങ്ങോട്ട് മാറ്റി, ഉണ്ടോ, നമ്മൾ തയ്ച്ച വള്ളി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പം കണ്ട അങ്ങനെയുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഉണ്ട് കണ്ടോ? ഇതേപോലെ ഞാൻ നേരത്തെ നിങ്ങൾ ഒരെണ്ണം ചെയ്ത് കാണിച്ചു, രണ്ടെണ്ണം ചെയ്തു, ഇപ്പോൾ രണ്ടെണ്ണം. ഇത് കടയിൽ ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ ഇപ്പോൾ രണ്ട് കളറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ ഷോപ്പിലൊക്കെ കൊടുക്കാനും വീട്ടുകളിൽ കൊടുക്കാനും അത് ബിസിനസ്സായിട്ടത്. നമ്മൾ കടയിൽ വാങ്ങിക്കുമ്പോൾ 100 150 ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തുണി കൊണ്ടോ ബാലൻസ് തുണി കൊണ്ടോ തെച്ചെടുക്കാം. എല്ലാവരും ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.